കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഓൺലൈനിലൂടെ നിങ്ങളുടെ സമീപെ എത്തുവാൻ ദൈവം നൽകിത്തന്ന ഈ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ തോമസ് ജോർജ്. ഞങ്ങൾ കുടുംബമായി ടെക്സസ് ഡാളസിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ദൈവവചനം പഠിക്കുക, ആ വചനം അനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രേരിപ്പിച്ചതനുസരിച്ച് ആ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പുതിയ നിയമത്തിൽ നിന്നും ഒരു പുസ്തകം പഠിപ്പിച്ചു തുടങ്ങുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് പുതിയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷമാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയ വേദപുസ്തകത്തെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമാണ് ഉള്ളത്. എല്ലാ പുസ്തകങ്ങളുടെയും വിഷയം ഒന്നു തന്നെയാണ്, കർത്താവായ യേശുക്രിസ്തു. നാം ഇവിടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ മത്തായി എഴുതിയ സുവിശേഷമാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. പുതിയ നിയമം ആരംഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രങ്ങളായ 4 സുവിശേഷങ്ങളിലൂടെയാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ ഒരുപോലെയുള്ള വിവരണങ്ങളാകയാൽ സിനോപ്റ്റിക് ഗോസ്പൽസ് അല്ലെങ്കിൽ സിമിലർ വ്യൂ ഉള്ള പുസ്തകമെന്നാണ് പറയപ്പെടുന്നത്. 4ാമത്തെ പുസ്തകമാകട്ടെ യോഹന്നാന്റെ സുവിശേഷം വ്യത്യസ്തമായ ഒരു അവതരണ രീതിയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ 4 സുവിശേഷങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ 4 നിലകളിലുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൽ ഒരു കൂട്ടർ യഹൂദന്മാരാണ്, മറ്റൊരു കൂട്ടർ റോമാക്കാരാണ്, ഗ്രീക്കുകാരുണ്ട്, അതിനുശേഷം ദൈവസഭ. അപ്പോൾ ഈ 4 സുവിശേഷകന്മാരും ഓരോ വിഭാഗത്തെ കണ്ടുകൊണ്ടാണ് ഈ ചരിത്രം എഴുതിയിരിക്കുന്നതെന്ന് വേണം നാം മനസ്സിലാക്കുക. ആരാണ് ഈ സുവിശേഷം എഴുതിയത്? ഒരു സംശയമില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന മത്തായിയാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് അല്പ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ടാക്സ് കളക്ടർ അല്ലെങ്കിൽ ചുങ്കം പിരിക്കുന്നയാളായിരുന്നു. ആ ജോലിയായിരുന്നു ചെയ്തിരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 9:9 10:2-3 ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മത്തായിക്ക് മറ്റൊരു പേരുകൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ലേവി എന്നുള്ളതായിരുന്നു മറ്റു പേര്. അത് നാം വായിക്കുന്നത് ലൂക്കോസ് 5:27 വാക്യത്തിലാണ്. ഈ മത്തായിയുടെ പിതാവിന്റെ പേരും ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. മർക്കോസ് 2:14 നാം വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അൽഫായിയുടെ മകനായ മത്തായി എന്നാണ്. ഈ ചുങ്കക്കാരൻ മത്തായിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം റോമ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന, ചുങ്കം പിരിക്കുന്നയാളായിരുന്നു. യഹൂദനായിരുന്ന അദ്ദേഹം റോമ ഗവൺമെന്റിനു വേണ്ടി ടാക്സ് പിരിക്കുക മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് തനിക്കിഷ്ടം പോലെ അന്യായമായിട്ട് പണം കളക്ട് ചെയ്യാമായിരുന്നു. ഒരു ഭാഗം ഗവൺമെന്റിന് കൊടുത്തിട്ട് ബാക്കി അവരെടുക്കുകയാണ്. അതുകൊണ്ട് ജനത്തിന്റെ ഇടയിൽ ഇവർക്കൊരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. ആത്മീയമായി താണിയൊരു നിലവാരത്തിലും ഇവരെ പാപികളുടെ ഗണത്തിലുമാണ്
പെടുത്തിയിരുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചുങ്കക്കാരും പാപികളും എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ആകെ 28 അധ്യായങ്ങളാണുള്ളത്. അതിൽ 1-ാം അധ്യായം മുതൽ 4-11 വരെയുള്ള അധ്യായങ്ങളിൽ ആമുഖമാണ്, ഇൻട്രഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 4-12 മുതൽ 18 വരെയുള്ള ചാപ്റ്ററുകളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗലീലയിലെ ശുശ്രൂഷയെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. 19 മുതൽ 28 വരെയുള്ള ചാപ്റ്ററുകളിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ യഹൂദ്യദേശത്തുള്ള ശുശ്രൂഷയെക്കുറിച്ചാണ്. 1-ാം ഭാഗമായ ആമുഖത്തിൽ വംശാവലി, യേശുവിന്റെ ജനനം, യേശുവിന്റെ സ്നാനം, പരീക്ഷകൾ, ടെംപ്റ്റേഷൻ എന്നിവയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഴയ നിയമം അവസാനിക്കുമ്പോൾ പേർഷ്യൻ ആധിപത്യത്തിൽ ആയിരുന്നു ജനങ്ങൾ. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുമ്പോൾ, പുതിയ നിയമ കാലഘട്ടം റോമ ഗവൺമെന്റിന്റെ ആധിപത്യത്തിലായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ ഇടയിലുള്ള ഇന്റർ ടെസ്റ്റമെന്റൽ കാലയളവിനെ കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ നിയമത്തിന്റെ ശരിയായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ ആരംഭ ദിവസത്തിൽ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിനെ കുറിച്ച് വിവരിക്കുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവഹിതമെങ്കിൽ സമയോചിതം പോലെ നമുക്കത് അല്പാൽപമായി ഷെയർ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാടുവാഴികൾ, ചക്രവർത്തിമാർ, യഹൂദന്മാരുടെ പള്ളികൾ എന്നിവയൊക്കെ കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. പരീശന്മാര്, സാദൂക്യര്, യെസീൻസ്, എരിവുകാര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. ഇതിന്റെയൊക്കെ ആരംഭം എന്താണ്, എന്തായിരുന്നു അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. അത് നമുക്ക് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അവസരം പോലെ ആ ഭാഗം നമുക്ക് എടുക്കാവുന്നതാണ്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിൽ ഒരു 400 വർഷം ദൈവം മനുഷ്യരോട് ഇടപെടാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം ദൈവം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ മടങ്ങി വരുമോ എന്നുള്ളത് ആഗ്രഹിച്ച് ദൈവം കാത്തിരിക്കുകയായിരുന്നു. 400 നിശബ്ദ വർഷങ്ങളാണ് ഈ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡിൽ ഉള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരു ദീർഘമായ ഇൻട്രഡക്ഷൻ ഇപ്പോൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അത് ആവശ്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ നമുക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് ഇന്ന് രാത്രിയിൽ കടക്കാം. പഴയ നിയമം ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. എന്നാൽ പുതിയ നിയമം അവസാനിക്കുന്നത് പഴയ നിയമം അവസാനിക്കുന്ന മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു ശവപ്പെട്ടിയോടുകൂടെയാണ് അവസാനിക്കുന്നത്. ഒരു ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. ഉൽപ്പത്തി അവസാനിക്കുമ്പോൾ മോശയുടെ ഒരു ഡെഡ് ബോഡി ഒരു ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞ് ഒരു ശവപ്പെട്ടിയോടുകൂടിയാണ് അത് അവസാനിക്കുന്നത്. പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായ മലാക്കി പ്രവചനത്തിന്റെ ഒടുവിലത്തെ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ ഒരു ശാപം, കേഴ്സ് പറഞ്ഞാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകം അതൊരു ശവപ്പെട്ടി എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. പഴയ നിയമം അവസാനിക്കുന്നതും കേഴ്സ് എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. അത് മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായിട്ട് ശാപവും മരണവും ലോകത്തിലേക്ക് കടന്നു എന്നാണ് നമുക്ക് അതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ
പുതിയ നിയമം ആരംഭിക്കുന്നത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഈ പുസ്തകം ആരംഭിക്കുന്നത് 1-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ഈ പുതിയ നിയമം ആരംഭിക്കുന്നത് യേശുവിന്റെ പേര് പറഞ്ഞ, പുതിയ നിയമം അവസാനിക്കുന്നത് ഇനിയും ശാപം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാണ്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നത് മനുഷ്യന്റെ ശാപം മാറ്റുവാൻ വേണ്ടിയാണ്. പല ആളുകളും മത്തായിയുടെ സുവിശേഷം വായിച്ചു തുടങ്ങിയാൽ 1-ാമത്തെ ചാപ്റ്റർ വായിക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കത്തില്ല. അതിന്റെ കാരണം ഇന്നാരെ ജനിപ്പിച്ചു, അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പലർക്കും അത് വായിക്കുവാൻ മടിയായിരിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വംശാവലി പറഞ്ഞ് മത്തായി സുവിശേഷകൻ സുവിശേഷം ആരംഭിച്ചിരിക്കുന്നത്? വംശാവലിയിൽ എന്താണ് പ്രധാനമായി വെളിപ്പെടുത്തുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ തെളിയിക്കുന്നത് സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിന് മശിഹ കടന്നുവരുമെന്ന് പ്രവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മശിഹയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് തെളിയിക്കുകയാണ്. ആ മശിഹ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ദാവീദിന്റെ വംശാവലിയിൽ നിന്നും യേശു വന്നു എന്ന് തെളിയിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം. ഞാൻ ഓർപ്പിച്ചല്ലോ, വംശാവലി പറഞ്ഞ് എന്തിനാണ് തുടങ്ങിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി പറഞ്ഞു തുടങ്ങുവാനുള്ള കാരണം യഹൂദന്മാർക്ക് വംശാവലി വളരെ പ്രധാനമായ ഒന്നായിരുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. 1-2 വാക്യങ്ങൾ ഞാൻ അത് തെളിവിനായി വായിക്കാം. ഒരു യഥാർത്ഥ യഹൂദനെന്ന് സമൂഹം അംഗീകരിക്കണമെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമോ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇടപെടുകയോ ചെയ്യണമായിരുന്നെങ്കിൽ ആ വ്യക്തി അബ്രഹാമിന്റെ വംശത്തിൽ നിന്നുള്ളവനായിരിക്കണമെന്ന് തെളിയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്കെങ്ങനെ അത് പറയാൻ പറ്റുന്നത്? നാം യെസ്രായിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 61-62 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സംഭവം നമുക്ക് കാണുവാൻ കഴിയും. യെസ്രായിയുടെ കാലത്ത് വംശാവലി തെളിയിക്കുവാൻ കഴിയാതെ പോയ ചിലരെ കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. ഞാൻ വേഗം ആ വാക്യം ഒന്ന് വായിക്കാം. യെസ്ര 2-ന്റെ 61-62 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയ്യാവിന്റെ മക്കൾ, ഹക്കോസിന്റെ മക്കൾ, ഗിലെയാദിനായ ബർസില്ലിയുടെ പുത്രിമാർ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായുടെ മക്കൾ, ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു. അത് കണ്ടുകിട്ടിയില്ലതാനും. അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഓറീമും തുമ്മീമുമുള്ള പുരോഹിതൻ എഴുന്നേൽക്കുന്നവരെ അതിപരിശുദ്ധമായത് തിന്നരുതെന്ന് ദേശാധിപതി അവരോട് കൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഒരു യഥാർത്ഥ ഒരു യഹൂദൻ അവന്റെ അബ്രഹാമിന്റെ വംശത്തിൽപ്പെട്ടവനാണെന്ന് തെളിയിക്കണമായിരുന്നു. ഒന്നുകിൽ വംശാവലിയിൽ അവരുടെ പേര് കാണണം, ഇല്ല എങ്കിൽ യഹൂദ ദേശത്ത് അവര് താമസിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവുണ്ടായിരിക്കണം. അവരുടെ പേരിൽ ആ ദേശത്ത് ഒരു സ്ഥലമുണ്ടായിരിക്കണം. അതിന് തെളിവായി ഞാൻ വായിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ, യെസ്രായിയുടെ പുസ്തകം തന്നെയാണ്, 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ്. ബേദലഹേമ്യർ 123. അവർ ബേദലഹേമിൽ താമസിച്ചിരുന്നവർ, അവർക്ക് അവിടെ വസ്തു ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് അറിയപ്പെടുന്നത് ബേദലഹേമ്യർ എന്നായിരുന്നു. അങ്ങനെയും തെളിയിക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ, ഇപ്പോൾ അവരുടെ പേര് വംശാവലിയിലില്ല,
അവർക്ക് അവർക്ക് ബേദലഹേമിൽ അല്ലെങ്കിൽ യഹൂദിയിൽ അവരുടെ പേരിൽ വസ്തുക്കളൊന്നുമില്ല, അതും തെളിയിക്കാൻ ഒക്കത്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർക്ക് തെളിയിക്കാൻ ഒക്കുന്നത് ഓറീമും തുമ്മീമും മൂലം തെളിയിക്കാമായിരുന്നു. അതെന്താണ്? ഒരു സൈഡ് കറുത്തതും മറുഭാഗം വെളുത്തതുമായ വിലയേറിയതായ ഒരു മുത്താണ് ഈ ഓറീമും തുമ്മീമും. അത് പുരോഹിതന്മാർ അതുപയോഗിച്ച് ദൈവഹിതം തിരിച്ചറിയുവാനായിട്ട് അവര് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 28ന്റെ 30 മുതൽ 31 വരെയും ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. എങ്ങനെയാണത് തെളിയിക്കുന്നത്? പുരോഹിതൻ ആ വിലയേറിയ മുത്തുകൾ ഇങ്ങനെ കലക്കി താഴേക്കിടും. പുരോഹിതൻ അത് നിലത്തിടുമ്പോൾ 2 കട്ടകളും വെളുത്ത നിറത്തിൽ വീഴുകയാണെങ്കിൽ അത് ദൈവഹിതമാണെന്ന് അവർ തെളിയിക്കും. 2ഉം കറുപ്പാണെങ്കിൽ ദൈവഹിതം അല്ല എന്നാണ് അവർ കരുതുന്നത്. ഒന്ന് വെളുത്തതും മറ്റൊന്ന് കറുത്തതുമായി വീഴുകയാണെങ്കിൽ ഇത് ദൈവഹിതം അല്ല, ദൈവം ഒന്നും പറയുന്നില്ല എന്നാണ് അവര് ചിന്തിക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ വംശാവലി തെളിയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ വംശാവലി പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സന്തതിയായിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുവാനായിട്ട് യോഗ്യനാണെന്ന് ഈ വംശാവലിയിലൂടെ സുവിശേഷകൻ തെളിയിക്കുകയായിരുന്നു. മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, വംശാവലി വെളിപ്പെടുത്തുന്നത് ദൈവം വിശ്വസ്തനാണ്, വാക്ക് പാലിക്കുന്നവനാണ്. എന്താണ് ഞാനത് അങ്ങനെ പറയുവാൻ കാരണം? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നാം ഇങ്ങനെയാ വായിക്കുന്നത്. അതിന്റെ 3-ാം വാക്യം, ഉൽപ്പത്തി ജെനിസിസ് ചാപ്റ്റർ 12 വേഴ്സ് 3, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ്, അബ്രഹാമിന്റെ സന്തതിയിൽ കൂടെ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത്. ഉൽപ്പത്തി 3:17 നമ്മൾ വായിക്കുന്നത്, ആദവും അവയും പാപം ചെയ്തതിന്റെ ഫലമായി ദൈവം പറഞ്ഞു, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയും മനുഷ്യരും എല്ലാവരും പാപത്തിന്റെ ഫലമായി ശപിക്കപ്പെട്ടു. ആ ശാപം മനുഷ്യന് മാറ്റുവാനും അനുഗ്രഹം നൽകുവാനുമാണ് കർത്താവ് കടന്നു വന്നത്. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ, 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആവർത്തന പുസ്തകത്തിലാണ് നമ്മൾ വായിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ആവർത്തനം ഡ്യൂട്രോണമി ചാപ്റ്റർ 21 വേഴ്സ് 22, അവിടെ നാം അത് വായിക്കുന്നുണ്ട്. അത് ഗലാത്യ ലേഖനത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. തുടർന്ന് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 16 വേഴ്സ് 22 നമ്മൾ വായിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. അപ്രകാരം മനുഷ്യന്റെ പാപം നിമിത്തം, അനുസരണക്കേട് നിമിത്തം ഭൂമിയും മനുഷ്യവർഗവും ഒരുപോലെ ശപിക്കപ്പെട്ടു പോയി. അങ്ങനെ ശപിക്കപ്പെട്ടു പോയ മനുഷ്യരുടെ ശാപം മാറ്റുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് ശാപഗ്രസ്തമായ മരക്കുരിശേറ്റ് മരത്തിന്മേൽ ക്രൂശിക്കപ്പെട്ട് യേശു മരിച്ചു. ആര് ആ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുവോ, ഞാനൊരു പാപിയാണ്,
എന്റെ പാപത്തിനും കൂടിയാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ യാഗമായത് എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ യേശുവിന്റെ മേൽ ചുമത്തുകയും യേശുവിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വയ്ക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു വ്യക്തി എനിക്കതിന്റെ ആവശ്യമില്ല, ഞാനത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം പേഴ്സണലായിട്ട് വ്യക്തിപരമായി സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയിൽ ആദാമ്യ ആ ശാപം, ആ പാപം കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, കർത്താവിനെ സ്നേഹിക്കാത്തവനേവനും ശപിക്കപ്പെട്ടവൻ, അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവരുടെ ശാപം മാറുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രധാനമായി രണ്ട് കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ ഓർപ്പിച്ചല്ലോ. ഒന്ന്, ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ ദൈവം നിവർത്തിച്ചു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം ഉവ്വെന്നുപോലെയാണ്. അത് ദൈവം നിവർത്തിച്ചു തരുന്നവനാണ്. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യനായിട്ട് കടന്നു വന്നു എന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ആ ശാപം മാറുവാൻ ദൈവം കൃപ ചെയ്തതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. നാം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ മറ്റ് പലയിടങ്ങളിലും നമുക്ക് ഈ വംശാവലി പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ആദാമിന്റെ വംശാവലിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വംശാവലി നമ്മൾ കാണുന്നത്. ഇത് ഒരു ആരംഭ ചാപ്റ്റർ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇത് ഞാൻ ഓർപ്പിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വംശാവലി പറയുമ്പോൾ എല്ലാവരുടെയും പേര് പറയുന്നില്ല. വംശാവലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് മാത്രമേ പറയാറുള്ളൂ. അതിന്റെ അർത്ഥം ഇവിടെ അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അബ്രഹാമിന് ഇസഹാക്ക് കൂടാതെ വേറെയും 7 മക്കൾ ഉണ്ടായിരുന്നു എന്ന് നാം ഉൽപ്പത്തി പുസ്തകം 16 മുതൽ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. 16-15, 21-2, 3, 25-2 ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇസഹാക്കിനെ മാത്രമേ വംശാവലിയിൽ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഇസഹാക്കിന് 2 മക്കൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഏശാവും യാക്കോബും. എന്നാൽ വംശാവലിയിൽ യാക്കോബിന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് മാത്രമാണ് വംശാവലിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ ഓർപ്പിച്ചത്. മറ്റൊരു വിശേഷത, ഈ വംശാവലി നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഞാൻ ഓർപ്പിച്ചല്ലോ, ആദാമിന്റെ വംശാവലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇടത്ത് ഒരു സ്ത്രീകളുടെ പോലും പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ 5 സ്ത്രീകളുടെ പേരുകളാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. നമുക്ക് വളരെ പരിചയമുള്ള പേരുകളാണത്. താമാർ, രാഹാബ്, രൂത്ത്, ബത്ശേബ എന്നീ പേരുകൾ, മറിയ, യേശുവിന്റെ അമ്മ മറിയ എന്നീ പേരുകൾ. ഇതിൽ വളരെ പവിത്രമായ ജീവിതം നയിച്ച ഒരു പേര് മാത്രമേ ഉള്ളൂ. അത് യേശുവിന്റെ അമ്മ മറിയയുടെ കാര്യമാണ്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? താമാറും രാഹാബും രൂത്തും ബത്ശേബയും ഒക്കെ നമ്മൾ ദൈവത്തിൽ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ പല നിലകളിലുള്ള ഒരു ബ്ലാക്ക് ഹിസ്റ്ററിയാണ് അവരെക്കുറിച്ചെല്ലാം നമ്മൾ വായിക്കുന്നത്. ചിലര് ശപിക്കപ്പെട്ട ദേശത്തുള്ളവരായിരുന്നു, ചിലരുടെ ജീവിതത്തിൽ അധാർമികത വന്നിട്ടുണ്ടായിരുന്നു, ചിലർ ഒരു റീമാരേജ് കഴിഞ്ഞവരായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള പല ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ റെഫറൻസ് ഒക്കെ നമ്മൾ വായിച്ചാൽ രാഹാബ് യോശുവ 6:26 നമ്മൾ വായിക്കുമ്പോൾ ഒരു ശപിക്കപ്പെട്ട പട്ടണത്തിൽ നിന്നാണ് രാഹാബ് വന്നത്. താമാറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നതും നല്ല ഒരു ഹിസ്റ്ററി അല്ല.
ജെനിസിസ് ചാപ്റ്റർ 38 നമ്മൾ കാണുന്നത്. ബേർശബയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൽ ഒരു വാക്യം വളരെ ശ്രദ്ധേയമായിട്ട് നമുക്ക് വായിക്കുവാനുണ്ട്. 1 രാജാക്കന്മാർ 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എത്ര പേരത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയത്തില്ല. ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ദാവീദ് എന്റെ ഹൃദയപ്രകാരം ഉള്ളവനാണെന്ന്. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്ന ആ പാപത്തെ ദൈവം അങ്ങ് ഇഗ്നോർ ചെയ്തോ? ഒരിക്കലുമില്ല. 1 രാജാക്കന്മാർ 15:5, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 15:5. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തന്റെ ആയുഷ്കാലത്തൊക്കെയും വിട്ടുമാറിയില്ല. അപ്പോൾ ആ ദാവീദിന്റെ ആ തെറ്റവിടെ ഓർപ്പിച്ചിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. ബേർശബയെ കുറിച്ചൊന്നും പറയുന്നില്ല, എന്നാൽ ദാവീദിന്റെ പാപത്തെക്കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്റെ ഹൃദയപ്രകാരമുള്ളവനായിരുന്നു ദാവീദ്, പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം അവൻ എന്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ള ഒരു വാക്യം പരിശുദ്ധാത്മാവ് വിട്ടുകളയാതെ എഴുതിയിരിക്കുകയാണ്. രൂത്തിനെ കുറിച്ച് നമുക്കറിയാം. രൂത്ത് ഒരു മോവാബിയ സ്ത്രീയായിരുന്നു. ഈ ചരിത്രം ഞാൻ എന്തിനാണ് ഉറപ്പിച്ചത്? താമാറും രാഹാബും റൂത്തും ബേർശബയും ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ മോശമായ ചരിത്രങ്ങളാണ് ഇവർക്ക് പിന്നിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇവരുടെ പേരും കൂടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ വരികയും ആ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ കൂടെയുള്ള അനുഗ്രഹം അവർക്കും ലഭിക്കുവാൻ ഇടയാകുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ദൈവം നമ്മുടെ പഴയകാല ചരിത്രം അന്വേഷിക്കുന്നില്ല. ഗോഡ് ഡസ് നോട്ട് ട്രാക്ക് അവർ പാസ്റ്റ് റെക്കോർഡ്. നമ്മൾ വാസ്തവമായിട്ട് പരമാർത്ഥമായിട്ട് നമ്മുടെ കുറ്റം നമ്മൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമ്മൾ മനസ്സുവെച്ചാൽ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുറവുകളെ ദൈവം കണക്കിടാതെ യേശുക്രിസ്തുവിലൂടെയുള്ള അവകാശങ്ങൾ നമുക്ക് നൽകുകയും നമ്മെ ആത്മീയമായി ഫലമുള്ളവരാക്കി തീർക്കുകയും എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്നും പഠിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്, നാം ഓരോരുത്തരും ദൈവത്തിന്റെ ഹിതം വിട്ട് ജീവിച്ചവരായിരിക്കാം. എന്നാൽ നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ സത്യങ്ങൾ ബോധ്യമാക്കി തന്നപ്പോൾ നമ്മുടെ കുറവുകളെ നാം ഏറ്റുപറഞ്ഞ് ദൈവമായി നിരപ്പ് പ്രാപിച്ചതിന്റെ ഫലമായിട്ട് ദൈവം നമ്മോട് ക്ഷമിക്കുകയും ദൈവത്തിന്റെ ആ അവകാശത്തിന്റെ ആ ഭാഗമാക്കി നമ്മെ ദൈവം തീർക്കുകയും ചെയ്തു. ആ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവകാശികളാക്കി ദൈവം നമ്മെയും തീർത്തു എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും വംശാവലി ആദാമിന്റെ വംശാവലി തന്നെ ആയിരുന്നു. എന്നാൽ ആ ആദാമിന്റെ വംശാവലിയിൽ നിന്നും നമ്മെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്, നമ്മെ മാറ്റിയത് എന്താണ്? അത് നാം വീണ്ടും ജനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും ജനനത്താലാണ് ആദാമ്യ പാരമ്പര്യത്തിൽ നിന്നും ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലേക്ക് നമുക്ക് ആ വംശാവലിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയത്. നമ്മൾ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് പഠിക്കുമ്പോൾ യഹൂദന്മാരെ പ്രവാസത്തിലേക്ക് അയച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ആ പ്രവചന പുസ്തകങ്ങൾ പ്രവാസത്തിന് മുൻപ് നൽകിയ വാണിയുണ്ട്. ദൈവത്തെ അനുസരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകും. അവരനുസരിക്കാതെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. പ്രവാസത്തിലായിരുന്നപ്പോൾ അവിടേക്കും വിശുദ്ധന്മാരായ ദാനിയേൽ, എസെക്കിയേൽ മുതലായ പ്രവാചകന്മാരെ കൂടെ ദൈവം അയച്ചു. അവരുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടല്ല, പ്രവാസത്തിൽ ചെന്നിട്ട് പോലും അവര് വിശുദ്ധരായി ജീവിച്ചവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവരെ കൂടെ പ്രവാസത്തിൽ വിട്ടത്? അതിന്റെ അർത്ഥം പ്രവാസത്തിൽ ദൈവം ഈ ജനത്തെ വിട്ടത് അവരെ നശിപ്പിക്കുവാനല്ല, അവരെ മാനസാന്തരപ്പെടുത്തുവാനാണ്. അവിടെയും ദൈവിക ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഈ പ്രവാചകന്മാരായ എസെക്കിയേലിനെയും ദാനിയേലിനെയൊക്കെ ദൈവം അവിടെ അയച്ചു.
പ്രവാസത്തിൽ ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാരാണ് ഈ ദാനിയേലും എസെക്കിയേലും ഒക്കെ. അതിന് ശേഷമുള്ള പ്രവാചകന്മാരാണ് ഹഗ്ഗായി, സഖര്യാവ്, മലാഖായി എന്നീ പ്രവാചകന്മാർ. അപ്പോൾ പ്രവചനങ്ങളെ നമുക്ക് പ്രവാസത്തിന് മുമ്പുള്ളത്, പ്രവാസത്തിലുള്ളത്, പ്രവാസത്തിന് ശേഷമുള്ളത് എന്നിങ്ങനെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അസീറിയൻസ് ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ അടിമകളായി കൊണ്ടുപോയി. ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നായി. ഇസ്രായേൽ 10 ഗോത്രങ്ങളുള്ളവരായിരുന്നു. അവർ BC 722 അസീറിയയിലേക്ക് പോയി. എന്നാൽ 2 ഗോത്രങ്ങൾ അവരെ ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. ആ ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയവർ ജാതികളുമായി ഇടകലരാതെ അവിടെ വിശുദ്ധരായി ജീവിക്കുവാൻ ആഗ്രഹിച്ചു. ആ കാലഘട്ടത്തിലാണ് ആ കൂട്ടത്തിലുള്ളയാളായിരുന്നു ദാനിയേൽ. ദാനിയേൽ പോകുമ്പോൾ മറ്റു പലതും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും യിരെമ്യാ പ്രവാചകന്റെ ഒരു ചുരുളുകൂടെ അദ്ദേഹം കൊണ്ടുപോയിരുന്നു. ആ പ്രവാചക ചുരുളിനകത്ത് എഴുതിയിരുന്ന പ്രകാരം ഇസ്രായേലിന്റെ പ്രവാസം 70 വർഷം കൊണ്ട് തീരുമെന്ന് മനസ്സിലാക്കിയ ദാനിയേൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അതിന് മറുപടിയായി ദൈവം അദ്ദേഹത്തിന് നൽകി എപ്പോഴാണ് ഇതിന്റെ ഉദ്ധാരണം നടക്കുന്നതെന്ന്. അതനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി. ബാബിലോൺ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തിയ ശേഷം മേഡിയ പേർഷ്യ രാജാക്കന്മാർ ഭരണത്തിലേക്ക് കടന്നു വന്നു. ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം അപ്രകാരം ചെയ്തതായിരുന്നു. നാം ദൈവവചനത്തിൽ വായിച്ച ഒറ്റ വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് ഒരു രാജാവിനെ, ഒരു രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെ പവറുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക തന്നെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ഫലമായി പാർസി രാജാവായ കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തുകയും ഇസ്രായേലിൽ മടങ്ങിപ്പോകുവാൻ ആഗ്രഹമുള്ളവർക്ക് മടങ്ങിപ്പോകാമെന്ന് പറഞ്ഞ് അവരുടെ ദൈവത്തിന്റെ ആലയം പണിയാമെന്ന് പറഞ്ഞ് അവർക്ക് പെർമിഷൻ കൊടുത്തു. അങ്ങനെ ഒരു പക്ഷം 50,000-ഓളം പേര് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങി വന്ന് ആലയം പണിതു. അതിനുശേഷം എസ്രയുടെ നേതൃത്വത്തിൽ ആരാധന യഥാസ്ഥാനമാക്കി. നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ അടുത്തൊരു ഗ്രൂപ്പ് വന്ന് അതിന്റെ മതിലുകളൊക്കെ പണിതു. അങ്ങനെ അവര് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നു. യഹൂദന്മാര് പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ബേദലഹേമിൽ മറിയയും ജോസഫും താമസിച്ച് അവരവിടെ താമസിച്ചപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു അവരിലൂടെ ബേദലഹേമിൽ ജനിക്കുവാനിടയായത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഈ ബാബിലോണിലേക്ക് പോയ യഹൂദന്മാര് മടങ്ങി വരേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ജോസഫും മറിയയും ബേദലഹേമിൽ അവിടെ അവരുടെ സ്ഥലത്ത് വന്ന് താമസിക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ യേശുവിന് അവിടെ അവരിലൂടെ ജനിക്കുവാൻ സാധിക്കത്തുള്ളൂ. ബാബിലോൺ പ്രവാസത്തിൽ നിന്നും ജനം മടങ്ങി വരണമെങ്കിൽ ദാനിയേലിനെ പോലെയുള്ള ഒരു വ്യക്തി പ്രാർത്ഥനയിൽ നിരന്തരമായിരിക്കണമായിരുന്നു. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്, ഒന്നാം വരവിന് ഒരു പ്രവാസത്തിൽ നിന്നും മടങ്ങി വരവ് ആവശ്യമായിരുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ രണ്ടാമതും വരുമെന്നുള്ളതാണ് നാം കാത്തിരിക്കുന്നത്. അതിനുവേണ്ടിയും ദൈവജനത്തിന്റെ പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. ദൈവജനം പ്രാർത്ഥിച്ച് ദൈവസഭ ഒരു വലിയ മടങ്ങി വരവിലേക്ക് കടന്നു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിന്റെ വരവിനായിട്ട് അതിനായി നാം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. എപ്പോഴാണ് കർത്താവ് വരുന്നത്? സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ സമയത്ത് തന്റെ സഭയെ ചേർക്കുവാൻ വരും. നമ്മുടെ ഉത്തരവാദിത്വം, നമ്മൾ കർത്താവിനെ പോലെ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൊയ്ത്തിന് പാകമായി എന്ന് കർത്താവിന് ബോധ്യമാകുമ്പോൾ തന്റെ ധാന്യങ്ങളെ ശേഖരിക്കുവാൻ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരും.
ആയതിനാൽ ഒരു ഉണർവിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സഭയുടെ മടങ്ങി വരവിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണെന്ന് ഈ വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. തുടർന്ന് നമ്മൾ വായിച്ചതായ നമ്മൾ കടന്നു വരുന്ന സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ആ ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി, വളരെ ഈസിയായി മനസ്സിലാകുന്ന ഒരു കാര്യമാണല്ലോ. യേശുവിന്റെ ജനനം സാധാരണ മനുഷ്യരുടെ ജനനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശു എവിടെയാണ് ജനിക്കുന്നത്? യഹൂദ്യയിലെ ബേദലഹേമിൽ ജനിക്കുമെന്ന് മീഖാ പ്രവചനം 5-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, എങ്ങനെയാണ് ജനിക്കുന്നത്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് യെശയ്യാവ് 7-14 വായിക്കുന്നു. എവിടെ ജനിക്കും? എങ്ങനെ ജനിക്കും? ശുശ്രൂഷ എങ്ങനെയായിരിക്കും? മരണം എങ്ങനെയായിരിക്കും? ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വിവരിച്ചിട്ടുണ്ട്. യേശുവിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, ഇനിയും ജനിക്കുകയുമില്ല. എങ്ങനെയായിരുന്നു യേശുവിന്റെ ജനനം? അനാദിയായ ദൈവവചനമാകുന്ന വിത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടി ചേർന്നാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. യേശു ഒരു പ്രവചന പുരുഷനാണ്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞത് ഞാൻ ഓർപ്പിച്ചല്ലോ. എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, എങ്ങനെയായിരിക്കും ജീവിതം, എങ്ങനെയായിരിക്കും മരണം, ഉയർക്കുന്നത് എല്ലാം തന്നെ വിവരിച്ചിട്ടുണ്ട്. യേശു ആയതുപോലെ തന്നെ ഒരു ചരിത്ര പുരുഷനും കൂടെയാണ്. ചരിത്രത്തെ AD എന്നും BC എന്നും യേശുവിന്റെ ജനനം തിരിച്ചിരിക്കുന്നത് നാം കാണുന്നുണ്ട്. യേശുവിന് സ്വർഗത്തിൽ ഒരു മാതാവില്ല, ഭൂമിയിൽ യേശുവിന് ഒരു പിതാവില്ലായിരുന്നു. പ്രകൃതിക്കെല്ലാം ഒരു നിയമമുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണെന്ന്. എന്നാൽ പ്രകൃതിയുടെ നിത്യമായ നിയമ ശൃംഖലതയെ പൊട്ടിച്ചുകൊണ്ട്, മനുഷ്യോത്പാദന ശാസ്ത്രത്തെ തകിടം മറിച്ചുകൊണ്ട് അസ്വാഭാവികവും അത്യത്ഭുതകരവും ദൈവികവും പാവനവുമായ ഒരു ജനനമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം. നാം അതിനെക്കുറിച്ച് ഇവിടെ വായിക്കുന്നത്, ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി എന്ന് കണ്ടു. ജോസഫിനത് മനസ്സിലായി. യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം ചെയ്യുകയെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവാഹ നിശ്ചയത്തിനും വിവാഹം നടക്കുന്നതിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു പാകപ്പഴിയും വരുവാൻ പാടില്ല. ഏതെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ, ഏതെങ്കിലും അപവാദം വരുത്തിയാൽ പട്ടണവാതിക്കൽ കൊണ്ടുപോയി അവരെ കല്ലെറിഞ്ഞു കൊല്ലാമെന്ന് അവരുടെ പ്രമാണം അനുവദിച്ചിരുന്നു. ആവർത്തനം 22-ന്റെ 23, 24 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നു. ജോസഫിന് ഈ വിഷയത്തിന്റെ മുമ്പിൽ മറിയയെ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് പട്ടണവാതിക്കൽ വെച്ച് കൊല്ലാമായിരുന്നു. എന്നാൽ യോസഫ് വിചാരിച്ചു, ഇല്ല, ഞാന് ഈ മറിയയ്ക്കൊരു ലോക അപവാദം വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ രഹസ്യമായിട്ട് ഇവിടെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം എന്ന് ജോസഫ് തീരുമാനിച്ചു. അങ്ങനെ താൻ തീരുമാനിച്ചിരിക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷനായി. ജോസഫ്, നീ വിചാരിക്കുന്നത് പോലെയല്ല, മറിയ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്നുള്ള സന്ദേശം അറിയിച്ചു. ജോസഫ് അതിന്റെ മുമ്പിൽ എന്താണ് ചെയ്തത്? താൻ തീരുമാനിച്ചു, ഒരു കാരണവശാലും മറിയയെ ഉപേക്ഷിക്കത്തില്ല, മറിയെ ഞാൻ സ്വീകരിക്കും. ആളുകൾ, ജോസഫിന് മാത്രമേ രഹസ്യമായി ഈ കാര്യം അറിയത്തുള്ളൂ. സ്വപ്നം അദ്ദേഹത്തിനാ കിട്ടിയത്, ദൂതൻ അദ്ദേഹത്തോടാണ് സംസാരിച്ചത്. ലോകക്കാർക്ക് ആർക്കും ഇത് അറിയത്തില്ല. പക്ഷേ ആളുകൾ എന്തു വിചാരിച്ചാലും എനിക്ക് വിഷയമല്ല, ദൈവം തന്ന ആലോചന ഞാൻ സ്വീകരിക്കും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദൈവത്തിനു വേണ്ടി നിന്ന സഹിക്കുവാൻ അദ്ദേഹം തയ്യാറായി. പരിശുദ്ധാത്മാവ്
മറിയയുടെ മേൽ വന്നതിന്റെ ഫലമായിട്ട് മറിയയ്ക്കും വലിയ സ്വീകരണമല്ല ലഭിച്ചത്, മറിയയ്ക്കും നിന്ദയും അപമാനവും ഒക്കെയാണ് ലഭിച്ചത്. എന്നാൽ ദൈവം അവരെ കൈവിട്ടില്ല. ജോസഫിനെ കുറിച്ച് ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നല്ലോ, അദ്ദേഹം നീതിമാനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചു ഇനിയും ഒരു വിധത്തിൽ രക്ഷയില്ല, രഹസ്യമായിട്ട് അങ്ങ് ഉപേക്ഷിക്കുക മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ ദൈവം ജോസഫിനോട് പറഞ്ഞു, നീ എഴുതി തള്ളിയ വിഷയത്തിനുണ്ടല്ലോ, എനിക്കതിനപ്പുറത്തൊരു പരിഹാരമാർഗമുണ്ട്. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ പലരും വിചാരിച്ചിരിക്കും, ഇനിയും ഇത് സാധ്യമല്ല, ഇനിയും ഇതിന് ഒരു സാഹചര്യങ്ങളും അതിനനുകൂലമാകുന്നില്ല, ഇത് നടക്കുകയില്ല എന്ന് വിചാരിച്ച് നമ്മൾ എഴുതി തള്ളിയ പല വിഷയങ്ങളും കണ്ടേക്കാം. എന്നാൽ ദൈവത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ദൈവത്തിന് അതിന്റെ മധ്യത്തിലും മറുപടി തന്ന് നമ്മെ മാനിക്കുവാൻ പദ്ധതിയുണ്ട്. ആയതിനാൽ നമ്മൾ നിരാശപ്പെടാതെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിനെ അനുസരിക്കുന്നതിന്റെ ഫലമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നതിന്റെ ഫലമായിട്ട് നിന്ദകളോ അപമാനങ്ങളോ നാം സഹിക്കേണ്ടി വന്നാലും നാം ഭാരപ്പെടരുത്. കർത്താവിനു വേണ്ടിയാണ് സഹിക്കുന്നതെന്ന് ഓർത്ത് നാം സന്തോഷിക്കുകയും ദൈവകരങ്ങളിലേക്ക് നാം കൊടുക്കുകയും ചെയ്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് ഈ ദൈവവചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് തുടർന്ന് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകളെ ഇന്നിവിടെ നിർത്തുകയാണ്. ദൈവം അനുവദിച്ചാൽ എല്ലാ ട്യൂസ്ഡേകളിലും അമേരിക്കൻ ടൈം 8 മണി മുതൽ ഒരു 45 മിനിറ്റ്സ് ഈ മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. താല്പര്യമുള്ള ദൈവമക്കൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കത് അനുഗ്രഹമാകട്ടെ. എളിയവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.